ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSCക്ക് പ്രിപ്പയർ ചെയ്യണോ, UPSCക്ക് പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ റെയിൽവേസിന് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറി കിട്ടും. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട് SSC വേഴ്സസ് UPSC വേഴ്സസ് റെയിൽവേ. നമ്മൾ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് കോംപ്രഹെൻസീവ് ആയിട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എല്ലാവർക്കും മാനുവൽ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് ആദ്യം തന്നെ സിലബസ് നോക്കാം. 3 എക്സാമിന്റെയും SSC അതുപോലെ തന്നെ റെയിൽവേ ദെൻ UPSC. SSCയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ഇന്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഈ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് SSCയിൽ വരുന്നത്. റെയിൽവേയിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വരുന്നില്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട്. NTPCയിലൊക്കെ നമുക്ക് എന്ത് വരുന്നില്ല, ഇംഗ്ലീഷ് വരുന്നില്ല. UPSCയിലേക്ക് നോക്കുകയാണെങ്കിൽ UPSCയിൽ ഒരു വൈഡ് കവറേജ് ഓഫ് ടോപ്പിക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം നമുക്ക് അവിടെ 2 സ്റ്റേജ് ഉണ്ടല്ലേ, പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്. പ്രിലിംസിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് അതുപോലെ തന്നെ CSAT എന്ന് പറയുന്ന 2 പേപ്പേഴ്സ് ഉണ്ട്. ജനറൽ സ്റ്റഡീസിൽ നമുക്ക് ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റും, CSAT എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷും ആണ് വരുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ മെയിൻസിലേക്ക് ചെല്ലുമ്പോൾ മെയിൻസിൽ നമുക്ക് ഒരുപാട് അഡീഷണൽ സബ്ജക്ട്സുകൾ വരുന്നുണ്ട്. അതൊരു സബ്ജക്റ്റീവ് എക്സാമും കൂടെയാണ്. അവിടെ നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എത്തിക്സ്, ഇന്റർനാഷണൽ റിലേഷൻസ് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മത്സര പരീക്ഷകളിൽ ഇല്ലാത്ത ഒരുപാട് സബ്ജക്ട്സ് കൂടി UPSCയുടെ മെയിൻസിൽ വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ഓപ്ഷണൽ പേപ്പർ ആയിട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി UPSCയുടെ മെയിൻസിൽ വരുന്നുണ്ട്. ആൻഡ് ദർ ഇസ് ആൻ ഇന്റർവ്യൂ ഓൾസോ ഫോർ UPSC സിവിൽ സർവീസസ് എക്സാം. ഓക്കെ, ഇനി ഡെപ്തിലേക്ക് വരുമ്പോൾ, സിലബസിന്റെ ഡെപ്തിലോട്ട് വരുമ്പം SSCയിലാണെങ്കിൽ മോഡറേറ്റ് ഡിഫിക്കൽറ്റി ആണ് ഉള്ളത്. അതുപോലെ തന്നെ റെയിൽവേയിലേക്ക് വരുമ്പോൾ ബേസിക് ടു മോഡറേറ്റ് ലെവൽ ആണുള്ളത്. NTPCയിലൊക്കെ. UPSCയിലാവുമ്പോൾ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻ ഡെപ്ത് കവറേജ് ആണ് വേണ്ടത്. റിക്വയർസ് എ കോംപ്രിഹെൻസീവ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രിപ്പറേഷൻ നമുക്ക് UPSCയിലേക്ക് ആവശ്യമാണ് ഇൻ ഡെപ്ത് വരുമ്പോൾ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം മീഡിയം ഓഫ് എക്സാമിനേഷൻ. മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ SSCയുടെ കാര്യത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുക. റെയിൽവേസ് NTPCയിലേക്കൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ 12 റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ബാക്കി ഒരു 12 റീജിയണൽ ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. UPSCയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അതുപോലെ തന്നെ 22 റീജിയണൽ ലാംഗ്വേജസ് മെൻഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ 8th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു ഭാഷയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPSCയുടെ എക്സാം എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് എബൌട്ട് ദ പോസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ഈ ജോബ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പോസ്റ്റിംഗ്, എവിടേക്കാണ് പോസ്റ്റിംഗ് എന്നുള്ളതാണ്. SSC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് വേരിയസ് ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. അത് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത് അക്രോസ് ഡിഫറെന്റ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സിലാണ്. ഡിഫറെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും നമുക്ക് ജോബ് വരിക. ഇവിടെ ടാക്സ് അസിസ്റ്റന്റ്, ഇൻസ്പെക്ടർ, ഓഡിറ്റർ, ജൂനിയർ എഞ്ചിനീയർ ഇങ്ങനെ ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സാം കേട്ടോ. കാരണം SSC തന്നെ ഒരുപാട് എക്സാം നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ CGL, CHSL അങ്ങനെ ഒരുപാട് എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ പോസ്റ്റിംഗിന്റെ ലൊക്കേഷൻസ് വേരി അക്രോസ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദ റിക്രൂട്ടിംഗ് മിനിസ്ട്രി. ഇറ്റ്സ് ഓൾ ഇന്ത്യ പോസ്റ്റ് ആയിരിക്കും. ഓക്കെ, റെയിൽവേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റെയിൽവേയിൽ നമുക്ക് ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ജോബ് പോസ്റ്റിംഗ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സോൺ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ സൗത്ത് സോൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെയിൽവേ സോൺ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക. UPSCയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B സർവീസസ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവീസസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ IPS, ദെൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് അഥവാ IFS, ദെൻ ഒരുപാട് അതർ സർവീസസ് ഉണ്ട് ലൈക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ്. അങ്ങനെ ഒരുപാട് സർവീസസ് കൂടി നമുക്ക് UPSCയിൽ വരുന്നുണ്ട്. ഇതൊരു ഹൈ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് പോലീസ് ഫോറിൻ സർവീസ്, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന ഹൈ ലെവൽ പോസ്റ്റുകളാണ് നമുക്ക് UPSCയിൽ വരുന്നത്. ഓൾ ഇന്ത്യ സർവീസ് തന്നെയാണിത്. ഓക്കെ,
ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പം SSCയുടെ പ്രിപ്പറേഷന് നമുക്ക് ടൈം റിക്വയർഡ്, എത്ര ടൈം നമുക്ക് ഏകദേശം ആവശ്യമുണ്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 to 12 months ഓഫ് ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. NTPCയിലേക്കൊക്കെ റെയിൽവേയിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു 4 to 8 months ഓഫ് ഡെഡിക്കേറ്റഡ് സ്റ്റഡി വേണം. UPSC നമുക്ക് കുറച്ച് ലോങ് ടേം ആവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുക്കേണ്ടി വന്നേക്കാം UPSC ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സിൻസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ദ വേൾഡ് ഓൾസോ. ഓക്കെ, അടുത്തതാണ് അബൌട്ട് ദ സ്റ്റഡി മെറ്റീരിയൽ. SSCക്ക് നമുക്ക് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ബുക്സ്, NCERT ബുക്സ്, അതുപോലെ തന്നെ അതർ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് SSC പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. റെയിൽവേക്കും അതുപോലെ തന്നെ നമുക്ക് NCERT ബുക്സ് വായിക്കണം, സ്റ്റാൻഡേർഡ് ബുക്സ്. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, റെയിൽവേയുടെ കാര്യത്തിൽ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് SSCയെക്കാളും ഇമ്പോർട്ടന്റ് ആണ്. കാരണം SSCയെക്കാളും റിപ്പീറ്റഡ്ലി പ്രീവിയസ് ഇയർ ടോപ്പിക്സ് വരുന്നത് നമ്മുടെ NTPC പോലത്തെ റെയിൽവേയുടെ എക്സാമിലാണ്. UPSCയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ NCERT ബുക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല. അതുപോലെ there are other സ്റ്റാൻഡേർഡ് ബുക്സ് ലൈക്ക് ഇപ്പം ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ സ്പെക്ട്രം, ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ബുക്സ്, പിന്നെ ബജറ്റ്, എക്കണോമിക് സർവേ, ഇത്തരത്തിലുള്ള ഗവൺമെന്റ് കാര്യങ്ങളും കൂടി, ഡോക്യുമെന്റ്സ് കൂടി നമുക്ക് ആവശ്യമാണ്. ഇനി കോച്ചിങ് വേണോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും നമുക്ക് ഈ എക്സാമിനൊക്കെ. SSCയുടെ കാര്യത്തിലേക്കും റെയിൽവേയുടെ കാര്യത്തിലേക്കും വരുമ്പോൾ അത് ഓപ്ഷണൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇപ്പൊ നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാം പാസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ. UPSCയുടെ കാര്യത്തിൽ ഒരുപാട് ആളുകൾ കോച്ചിങ് എടുത്തിട്ട് തന്നെയാണ് ഒരു 90% ഓഫ് ദ ആൾക്കാരും എക്സാം ക്ലിയർ ആകുന്നത്. എക്സാം കോച്ചിങ് എടുക്കാതെ പാസ്സായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരും ഉണ്ട്, പക്ഷെ ഒരുപാട് ആളുകൾ കോച്ചിങ് എടുത്തിട്ട് തന്നെയാണ് UPSC കുറച്ച് ടഫ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇറ്റ്സ് അപ് ടു അസ് ആണ് നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇനി ഡിഫിക്കൽട്ടി ലെവലിലേക്ക് വരുമ്പം SSC നമുക്ക് മോഡറേറ്റ് ആണ്, റെയിൽവേസ് നമുക്ക് മോഡറേറ്റ് ആണ്. UPSCയുടെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് ഹൈ ആണ്. നമുക്ക് കോംപ്രിഹെൻസീവ് നോളജും ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങും അനലിറ്റിക്കൽ സ്കിൽസും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു എക്സാം ആണ്. സാലറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ SSCയുടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് പേ സ്കെയില് ലെവൽ 4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 25,000 ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡിഫറെന്റ് എക്സാംസ് ഉണ്ടല്ലോ SSCക്ക്. ഇപ്പൊ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ, 12th ക്വാളിഫിക്കേഷൻ, അപ്പൊ അത് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു 25,000 മുതൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ജോബ്സ് ആണ് ഉള്ളത്. റെയിൽവേസിന്റെ ആണെങ്കിൽ 19K മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലെവൽ പേ സ്കെയിൽ ലെവൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. UPSC ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി ഹൈ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയതുകൊണ്ട് ഒരു 56K ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് അലവൻസസ്, ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്പെർ നിങ്ങൾക്ക് ഏത് ജോലിയാണ്, ഇപ്പൊ SSC ആണോ റെയിൽവേ ആണോ, ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബോണസ് അതുപോലെ തന്നെ ഇതിന്റെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് SSC വേഴ്സസ് റെയിൽവേ വേഴ്സസ് UPSCയിലുള്ളത്. ആൻജുവൽ ലേണിംഗ് SSCയുടെയും UPSCയുടെയും അതുപോലെ തന്നെ PSCയുടെയും റെയിൽവേസിന്റെ RRB NTPCയുടെ ഒക്കെ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ പുതിയ ബാച്ചസ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.